പൊതിച്ചോറിൽ കൈ പൊള്ളിയോ? ഇതാണ് ഇപ്പോൾ ചാനലുകൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാന കാര്യം. വീണ് കിടക്കുന്ന പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരായുധമായി അതിനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. വേണമെങ്കിൽ, കാരണം മുരളീധരൻ പറഞ്ഞ സാഹചര്യം വേറെ, പിന്നെ പത്രങ്ങൾ എടുത്ത സാഹചര്യം വേറെ. ഇതെല്ലാം വിവാദങ്ങളാക്കിയതാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ അവിടെ ഇത് വിതരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടായ ചില അസ്വസ്ഥതകളും മൈക്ക് അനൗൺസ്മെൻറ്റും പ്രശ്നങ്ങളും, മൈക്ക് അനൗൺസ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അതുപോലെ എന്തോ പ്രശ്നങ്ങളാണ് അവിടെ, എന്തോ കാര്യങ്ങൾ, ഒരു ചെറിയ അവിടെ ഉണ്ടായ ഒരു ലോക്കൽ വിഷയം. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇത് ക്യാമ്പസിനകത്ത് കൊടിയും തോരണമൊന്നും വെക്കേണ്ട, പൊതിച്ചോറ് കൊടുക്കുന്നതിനല്ല എതിർ, പക്ഷേ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും ഗവൺമെൻറ്. ആഹാരം കൊടുക്കുന്നതിന് എതിർപ്പാന്ന് പറഞ്ഞു, പക്ഷെ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങും. ആദ്യമേ അദ്ദേഹം പറഞ്ഞതാണ്, എന്തിന് കൊടിയും തോരണമൊക്കെ വയ്ക്കുന്നു, പൊതി കൊടുത്താൽ പോരെ എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചോദ്യം കറക്റ്റാണ്, ചോദ്യം വളരെ ക്ലിയറാണ്, അന്നും ഇന്നും എന്നും ക്ലിയറാണ്. പൊതിച്ചോറ് കൊടുത്തോളൂ, പക്ഷെ നിങ്ങൾ ബാനറും കൊടിയൊക്കെ എന്തിന് വയ്ക്കുന്നു എന്നാണ് ചോദ്യം. അപ്പം ഞങ്ങൾ ബാനർ വയ്ക്കും, കൊടി വയ്ക്കും എന്നതർത്ഥാണ് DYFI രംഗത്ത് വന്നപ്പോഴാണ് ഈ തർക്കം വേറെ തരത്തിലേക്ക് മാറിയത്. പക്ഷേ അവസാനം ആടിനെ പട്ടിയാക്കി നമ്മളെല്ലാവരും കൂടി, മാധ്യമങ്ങളും നമ്മളെല്ലാവരും കൂടി ആടിനെ പട്ടിയാക്കി. എന്താണ്? മുരളീധരൻ പൊതിച്ചോറിനെതിരാണ്. ശരിക്കും മുരളീധരൻ പൊതിച്ചോറിനെതിരല്ല. മുരളീധരൻ പറഞ്ഞെന്താണ്? ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞെന്താണ്? പൊതിച്ചോറ് കൊടുക്കുന്നതിൽ രാഷ്ട്രീയം വേണ്ട, പൊതിച്ചോറ് കൊടുക്കണ്ടെന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞില്ല. പൊതിച്ചോറ് കൊടുക്കുന്നതിൽ രാഷ്ട്രീയം വേണ്ട, അതുകൊണ്ട് കൊടി വെച്ചും ബാനർ വെച്ചും കൊടുക്കുന്ന എന്തിന്? നമ്മളിപ്പോൾ ഒരാളിന് എന്തെങ്കിലും ദാനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പേരെഴുതി വയ്ക്കുമോ എന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായി ചാനലുകളിൽ ചോദിച്ചതാണ്, പലവട്ടം. അപ്പോൾ അങ്ങനെ പലവട്ടം മുരളീധരൻ അത് ചോദിച്ച് എന്നിട്ടും അദ്ദേഹത്തെ കൊല്ലുകയാണ്. ഇതെന്തൊരു നാടാണ്? ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ കുറച്ച് സ്ഥലം സ്ഥിരമായി ഇങ്ങനെ ഒരു കയ്യേറ്റം പോലെ, ഒരു കുത്തകാവകാശം പോലെ വച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അടക്കം അതിനകത്തൊരു പരാതി പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്, ഈ കൊടിയും ഇതൊക്കെ വച്ചുള്ള പരിപാടി ഒഴിവാക്കും. അല്ലാതെ ഫുഡ് കൊടുക്കുന്നതിൽ അദ്ദേഹം എതിർപ്പായിരുന്നില്ല. പക്ഷെ അവസാനം വന്നത്, അദ്ദേഹം മനുഷ്യത്വമില്ലാത്തവനാണ്, കള്ളനാണ്, കൊള്ളക്കാരനാണ്, ദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞു. കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുമെന്ന് പറഞ്ഞത് അടിയിലായി, മറ്റത് മുകളിലുമായി. ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കേരളത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ വിവാദങ്ങൾ വിഴുങ്ങും. ആര് ഭക്ഷണം കൊടുത്താലും, അത് സേവാഭാരതി ആയാലും DYFI ആയാലും, ആശുപത്രിക്ക് പുറത്ത് നിന്ന് പൊതിച്ചോറ് കൊടുക്കാം എന്ന് ആവർത്തിച്ചു. അതേസമയം ഹോസ്പിറ്റൽ കാമ്പൗണ്ടിൽ ഇത് അനുവദിക്കുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. 19 വർഷത്തോളമായി സേവാഭാരതിയും 10 വർഷമായി DYFIയും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികൾ സൗജന്യ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. വിവാദ നിമിത്തമായ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 2000-ലേറെ പൊതിച്ചോറാണ് ദിവസവും DYFI വിതരണം ചെയ്യുന്നത്. കേരളത്തിലാകെ ഒരു 10,000 പൊതിച്ചോറ് അവർ വിതരണം ചെയ്യുന്നുണ്ട്. സന്നദ്ധ സംഘടനകളും ആശുപത്രികളിൽ ചെയ്യുന്നുണ്ട്, വ്യക്തികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. വ്യക്തികൾ ചെയ്യുന്നുണ്ട്, സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ യുവജന സംഘടനകൾ ചെയ്യുന്നുണ്ട്. MLA G. സുധാകരൻ ഈ വിഷയം തുടക്കി വെച്ചു. അവിടെ നിന്നാണ് ഇത് ആലപ്പുഴയിൽ ഏറ്റുപിടിച്ചത്. അദ്ദേഹം ആശുപത്രി കാമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഷെഡും കൊടിയും വെച്ച് കിട്ടിയിരിക്കുകയാണെന്നും അന്നദാനം കൊടുക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് പറഞ്ഞത് ആലപ്പുഴയിൽ. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ജോലിയല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിന് പിന്നെ എന്താ ജോലി എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം. അങ്ങനെ സുധാകരൻ തുടങ്ങി വെച്ച ഒരു വെടി, പൊട്ടിച്ച വെടി മുരളീധരനൂടെ ബോംബായി മാറി. എന്നാലും അത് DYFIയും SFI CPMും അത് വളരെ ഗൗരവമായി ഏറ്റെടുത്തു. പ്രതിപക്ഷം ഇത് മനുഷ്യത്വമില്ലാത്തവരാണോ മുരളീധരനും UDF എന്നൊക്കെ ചോദിച്ചു. എന്തായാലും മുരളീധരൻ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നും ഇന്നും പൊതിച്ചോറിനെതിരല്ല, പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയവൽക്കരണത്തിനും
ഷെഡ് കെട്ടുന്നതും കൊടിതോരണങ്ങൾ വയ്ക്കുന്നതും ഇതിനെ വേറൊരു തലത്തിലേക്ക് സർക്കാർ പരാജയമാണെന്നും സർക്കാർ പരാജയപ്പെട്ടിടത്ത് ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന വേറൊരു വ്യാഖ്യാനത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിനല്ല എന്നും ഒരു ഇത്. അതേസമയം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ മുരളീധരൻ ബാനറും കൊടിയും സ്ഥാപിച്ചുള്ള സൗജന്യ ഭക്ഷണ വിതരണം പാടില്ലെന്ന് നിർദ്ദേശിച്ചു. ഇതൊരു പരാതി വന്നതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, വണ്ടാനത്ത് പറഞ്ഞതാണ്. ഫുഡ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ബാനർ, ഷെഡ് അതുപോലത്തുള്ള സംവിധാനങ്ങളാണ്. അതിന് പകരം കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാം, അവിടെ കൊടുത്തുകൂടെ? കൊടുക്കാമെന്നാണ് പറഞ്ഞത്, കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി കുറച്ചുകൂടി സൗകര്യമായി കൊടുക്കാമെന്ന് പറഞ്ഞതിനെ പറഞ്ഞ് വഷളാക്കി വിവാദമാക്കി മുരളീധരൻ അന്നദാന വിരുദ്ധനായി. ഇതിൻ്റെ പേരാണ് കേരള മോഡൽ. റിയൽ കേരള സ്റ്റോറി ഇതാണ്. ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെ തിരിച്ച് വളച്ച് അതിൽ നിന്ന് ഒരു അക്ഷരമെടുത്ത്, ഒരു വാക്കെടുത്ത്, ഒരു സെൻറ്റൻസ് എടുത്ത് അദ്ദേഹത്തിനെ ആടിനെ പട്ടിയാക്കും, പട്ടിയെ പേപ്പട്ടിയാക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. ശരിക്കും മരിക്കുന്നത് ആടാണ്. ഇതാണ് മലയാളി ചാനലുകളാണ് ഇതിൻ്റെ ഒരു പ്രധാന കക്ഷി. അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഈ മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ചിട്ട് ഇടയ്ക്ക് ചെന്നായ്ക്കളെ രക്തം കുടിക്കും, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, രക്തം കുടിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു റേറ്റിംഗാണ് പ്രധാനം. അമ്മ ചത്താലും അച്ഛൻ തൂങ്ങിയാലും നമുക്ക് റേറ്റിംഗാണ്. വേറെ പ്രിൻസ് ദിലീപിൻ്റെ ഒരു സിനിമ തന്നെയല്ലേ, ഇങ്ങനെ 2 കോടി 3 കോടിയൊക്കെ റീച്ചാക്കാൻ വേണ്ടി കള്ളക്കഥകൾ പറയുന്ന സിനിമ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് റേറ്റിംഗാണ് പ്രധാനം, റീച്ചാണ് പ്രധാനം. കൂടുതൽ ആളുകൾ വീഡിയോ കണ്ടാൽ നമുക്ക് കമ്പനി, സ്ഥാപനവും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത കൂടുതൽ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കൂടുതൽ പേര് കണ്ടാൽ കമ്പനിയും നമുക്ക് നല്ല പ്രോത്സാഹനം തരും, സ്ഥാപനങ്ങൾ നമുക്ക് വലിയ പണം തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ മുരളീധരൻ പറഞ്ഞത് അതല്ല. മുരളീധരനെ പറഞ്ഞ കാര്യത്തെ വഷളാക്കി എന്നുള്ളതാണ് ചാനലുകളെല്ലാം കൂടി. വണ്ടാനത്തുണ്ടായ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ അതിനെ മുരളീധരനെ അന്നദാന വിരുദ്ധൻ ആക്കി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഈ ചാനലുകൾ ചെയ്ത ഏറ്റവും വലിയ മനോഹരമായ സുന്ദരമായ കാര്യം.